ആഗോള ഊർജ്ജ വിപണിയുടെ ജീവനാഡിയായ ഹോർമുസ് കടലെടുക്കൽ വീണ്ടും യുദ്ധസമാനമായ അന്തരീക്ഷം രൂപപ്പെട്ടിരിക്കുകയാണ്. ഒമാൻ തീരത്തിന് സമീപം വെച്ച് ഒരു പ്രമുഖ എണ്ണക്കപ്പലിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണമാണ് മധ്യപൂർവേഷ്യയെ വീണ്ടും വൻ സംഘർഷത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഈ കടൽപാതയിൽ വീണ്ടും അസ്ഥിരത പടരുമോ എന്ന ഭീതിയിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം. യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഈ ആക്രമണ വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ തന്ത്രപ്രധാനമായ ജലപാതയിലൂടെ കടന്നു പോകുകയായിരുന്ന കപ്പലിലേക്ക് തിരിച്ചറിയാനാകാത്ത ഒരു വസ്തു വന്ന് പതിക്കുകയായിരുന്നുവെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. ആക്രമണത്തെ തുടർന്ന് കപ്പലിൽ വലിയ രീതിയിൽ തീപിടുത്തമുണ്ടായതായും UKMDO വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാർക്കാർക്കും തന്നെ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല എന്നത് വലിയൊരു ആശ്വാസമാണ്. മാത്രമല്ല, കടലിൽ എണ്ണച്ചോർച്ചയോ മറ്റ് പരിസ്ഥിതി മലിനീകരണങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിലും അതീവ സുരക്ഷാ മേഖലയിൽ വെച്ചുണ്ടായ ഈ സംഭവം കപ്പൽ വ്യൂഹങ്ങളെ കനത്ത ജാഗ്രത പാലിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. UKMDOയുടെ ഔദ്യോഗിക പ്രസ്താവനയിൽ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ലെങ്കിലും അമേരിക്കൻ മാധ്യമമായ ആക്സിയോസ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ ഇറാന് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു മുതിർന്ന US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അവർ നൽകിയ വാർത്തയനുസരിച്ച് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് ഈ ആക്രമണത്തിന് പിന്നിൽ. വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ 2 മിസൈലുകളെങ്കിലും തൊടുത്തതായും അതിൽ 2 കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ ആക്രമണം അന്താരാഷ്ട്ര സമൂഹത്തെ കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് ഇതിന്റെ സമയക്രമം കൊണ്ടാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിലൊരു താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നുണ്ട്. മേഖലയിൽ സമാധാനം നിലനിർത്തുന്നതിനായി കനത്ത നയതന്ത്ര ചർച്ചകൾ പിന്നണിയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് എല്ലാ സമാധാന ശ്രമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരമൊരു മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ലോകത്തെ മൊത്തം അസംസ്കൃത എണ്ണ വിതരണത്തിന്റെ 5-1 കടന്നു പോകുന്നത് ഈ ചെറിയ ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു അസ്വാരസ്യം പോലും ആഗോള എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഇന്ധന വിപണിയിലെ ഈ അസ്ഥിരത ലോകമെമ്പാടുമുള്ള വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഒമാൻ കടലിടുക്കിലും ഹോർമുസിലും കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിക്കുന്നതിനും ചരക്ക് കൂലി കൂടുന്നതിനും ഇത് കാരണമാകും. ഈ റൂട്ടിലൂടെയുള്ള യാത്ര സുരക്ഷിതമല്ലെന്ന തോന്നൽ കപ്പൽ കമ്പനികൾക്കിടയിൽ ഉണ്ടായാൽ അത് ആഗോള വ്യാപാര ശൃംഖലയെ തന്നെ നിശ്ചലമാക്കും. കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതിനു പിന്നാലെ മേഖലയിലൂടെ കടന്നു പോകുന്ന എല്ലാ കപ്പലുകൾക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംശയാസ്പദമായ ഏതൊരു നീക്കവും ഉടനടി റിപ്പോർട്ട് ചെയ്യാനാണ് സുരക്ഷാ ഏജൻസികൾ കപ്പലുകളുടെ ക്യാപ്റ്റന്മാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സുരക്ഷാ കപ്പലുകളുടെയും നിരീക്ഷണ വിമാനങ്ങളുടെയും എണ്ണം ഈ ഭാഗത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയും സഖ്യകക്ഷികളും ഈ സംഭവത്തെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രകോപനത്തിന് പിന്നിലെ കൃത്യമായ ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇറാൻ നടത്തിയ ഈ നീക്കം മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തെറ്റിക്കാൻ പോകുന്നതാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ലെങ്കിലും തങ്ങളുടെ അതിർത്തികൾക്ക് നേരെയുള്ള ഏതൊരു പാശ്ചാത്യ ഇടപെടലിനെയും പ്രതിരോധിക്കാൻ തങ്ങൾ സജ്ജമാണെന്ന സന്ദേശമാണ് അവർ ഇതിലൂടെ നൽകുന്നതെന്ന് കരുതപ്പെടുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിച്ചു നിർത്താൻ ഹോർമുസ് കടലിടുക്കിനെ ഒരു ആയുധമാക്കാൻ ഇറാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഈ സാഹചര്യത്തിൽ ആഗോള എണ്ണ വിപണി അതീവ ജാഗ്രതയിലാണ്. എണ്ണയുൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക് സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. വിതരണത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ അത് പരിഹരിക്കാനുള്ള ബദൽ മാർഗങ്ങളെക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. എങ്കിലും ഹോർമുസ് അടച്ചിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് താങ്ങാൻ ലോക വിപണിക്ക് കഴിയില്ല. മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ഇരുവിഭാഗത്തോടും പരമാവധി സംയമനം പാലിക്കാൻ വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഇത് വലിയൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് വഴിമാറാൻ അധിക സമയം വേണ്ടിവരില്ല. കപ്പൽ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ അന്താരാഷ്ട്ര നാവികസേനാ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലേക്ക് വിന്യസിക്കാൻ സാധ്യതയുണ്ട്. കപ്പലുകൾക്ക് അകമ്പടി സേവിക്കുന്നതിനായി US നേവിയും ബ്രിട്ടീഷ് നാവികസേനയും സംയുക്തമായി രംഗത്തിറങ്ങുമെന്നാണ് സൂചനകൾ. ഇത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തുടർ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സഹായിച്ചേക്കും.
തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം സംഭവങ്ങൾ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കുകയാണ്. സമാധാന കരാറുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് വൻ ശക്തി രാജ്യങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് വരെ കാരണമായേക്കാം. ഹോർമുസിലെ ഈ കനൽ എപ്പോൾ വേണമെങ്കിലും വലിയൊരു അഗ്നിപർവ്വതമായി പൊട്ടിത്തെറിക്കാം. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാട് വളരെ നിർണായകമായിരിക്കും. വെടിനിർത്തൽ കരാർ ലംഘിച്ച ഇറാന് നേരെ പുതിയ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അമേരിക്ക മുതിർന്നേക്കാം. എന്നാൽ അത്തരം നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ കടുത്ത പ്രതികരണങ്ങൾ ക്ഷണിച്ചു വരുത്താൻ മാത്രമേ ഉപകരിക്കൂവെന്ന ആശങ്കയും ശക്തമാണ്. ലോകം ഉറ്റുനോക്കുന്നത് ഈ തന്ത്രപ്രധാന പാതയിലെ വരും ദിനങ്ങളിലെ ചലനങ്ങളിലേക്കാണ്.